കോൺസ്റ്റബിൾ പുരുഷോത്തമൻ സാറ് എസ്ഐയുടെ റൂമിലുണ്ട്. രാത്രി മുഴുവൻ തപ്പിയിട്ടും ആ പ്രതികളെ കിട്ടിയില്ല സാർ. പക്ഷേ സാറ് വിഷമിക്കണ്ട, ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ കുറ്റം സമ്മതിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാമോ? പോയി ഇവരെ പണി നോക്കിക്കൂടെ? എന്നാലും സാറിനോട് പറഞ്ഞോ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. 24 മണിക്കൂറിനകം അവരെ പിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പുരുഷോത്തമൻ എന്നല്ല. അതെ, ഇതാര് സാർ? ഇതെന്റെ ബാല്യകാല സുഹൃത്താണ് ഹരികൃഷ്ണൻ, വലിയ ബാങ്ക് മുതലാളിയാ. നമസ്കാരം. പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. അത്രേ ഉള്ളൂ സാർ. അല്പം നേരത്തേക്ക് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്തോണം, ഞാൻ ഇപ്പൊ വരാം. എസ് ഐ ആള് നന്ദിയുള്ളവനാ. എന്റെ മിടുക്കൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇത്രയും ഭംഗിയായി നടന്നു പോകുന്നതെന്ന് പറയാൻ പുള്ളിക്കാരന് ഒരു മടിയുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കും. പുരുഷു, എന്റെ കാര്യം എന്തായി? നീ കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. അതെ, ആ അഡ്വക്കേറ്റിന് അറിയാമെന്ന് നീ പറയുന്ന ഈ രഹസ്യ സംഭവം യഥാർത്ഥത്തിൽ എന്താ? അതിപ്പോ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷു. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ എത്രയോ ആയി. നിന്നെ പോലെ ബുദ്ധിമാനും എടുക്കനുമായ മറ്റൊരു സുഹൃത്ത് എനിക്കില്ല. നിനക്ക് തിരക്കാണെന്നറിയാം, പക്ഷെ എനിക്ക് വേണ്ടി വർഷങ്ങളായി ഉള്ളിൽ കിടന്നുരുകുന്ന എന്റെ ധർമ്മസങ്കടത്തിന് നീ ഒരു പോംവഴി കണ്ടുപിടിച്ച് തരണം. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പിരിഞ്ഞു. അതിനുശേഷം നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എനിക്കിപ്പോ അറിയണം. എന്റെ പ്രശ്നത്തിന് അത്രയൊന്നും കാലപ്പഴക്കമില്ല. അത് പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കും. എന്നാ ഞാൻ പ്രശ്നം മാത്രം പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഉറപ്പ് കിട്ടണം. നീ മുഖേന എന്റെ ഭാര്യ ഇത് അറിയാൻ ഇടവരരുത്. ഹരി, ഒരു പോലീസുകാരനാണെങ്കിലും ഞാൻ നല്ലവനാണ്. ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്തുമാണ്. കോളേജ് വിട്ടതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടിയ 3 മാസം 6 മാസം ജോലികൾ മടുത്തപ്പോൾ വയസ്സുകാലത്ത് ഞാൻ ലോ കോളേജിൽ ചേർന്നല്ലോ. അന്നൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു, മഞ്ഞപ്പിത്തം കാരണമാണ് ഞാൻ അവിടെ വിട്ടതെന്ന്. പക്ഷെ സത്യം അതല്ല. മനസ്സിലായി. അന്ന് നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ മഞ്ഞപ്പിത്തമല്ല, നീരുവീഴ്ചയാണ് നിന്റെ രോഗമെന്ന്. ഇതൊന്നും ആയിരുന്നില്ല എന്റെ രോഗം. അരക്ഷിതാവസ്ഥ, നിരാശ. അത് കാരണം ഒരു കടുത്ത മനസ്സായിരുന്നു അന്നെന്റേത്. ജൂനിയേഴ്സിനെ ഞാൻ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. റാഗിങ്ങിന്റെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്നു ഞാൻ. ഇങ്ങോട്ട് മാറി നിൽക്കണ. നിനക്ക് തവള ചാടുന്നത് എങ്ങനെയെന്ന് അറിയാവോ? എങ്കിൽ നോക്കി ചാടണ. മതി 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 മതി. നീ ദിവസവും രാവിലെ അരമണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യണം. ഇവിടുന്ന് പോകുമ്പോഴേക്കും നീ നല്ല ചാട്ടക്കാരനായി മാറും. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ആ വെളുത്ത് മെലിഞ്ഞ് ഉയരമുള്ള പെണ്ണിങ് വന്നേ. ഇങ്ങോട്ട് പടി. നിന്റെ കല്യാണ പ്രായമായി വരികയാണല്ലോ മോളെ. ഒരറിഞ്ഞു നിൽക്കുക. എന്നാ നമുക്ക് ഇവിടെ അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? ഒരു സ്വയംവരമാക്കി കളയാ. എന്താ? അതെ. ആ ബ്രൗൺ ഷർട്ട്, നീ ഇങ്ങോട്ടാ. നല്ല മാച്ച്. എടി, നിന്നെ കെട്ടാൻ പോകുന്നവന് ധൈര്യമുണ്ടോ കരുത്തുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ? നീ അവന്റെ ഇളിഞ്ഞ മൂക്കിനിട്ടൊരു കുത്തു കൊടുത്തേ. കുത്തടി. എവിടെ വരണമല്ലേ? എവിടെ? ഇനി ഇവരുടെ വിവാഹം നടത്തിക്കളയാം. വാങ്ങടി. എടി വാങ്ങാൻ. എന്താണ് ഇതിന്റെ പേര്? ഇന്ദുജി നായർ. നിന്റെയോടാ? അബ്ദുൾ സലീം. അപ്പൊ മിശ്ര വിവാഹമാണല്ലേ? കഴുത്തിലോട്ട് മാറിയിടാൻ. ആ പെണ്ണാണ് ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വന്ന ധൂമകേതു. ഇതാണ് ഇത്രയും വലിയ കാര്യം. ലോ കോളേജിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജിലും സാധാരണ കോളേജിലും ട്യൂട്ടോറിയൽ കോളേജിലും എന്തിന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോലും ഇപ്പൊ റാഗിംഗ് ഉണ്ട്. ഈ കാര്യം ഇപ്പൊ തന്നെ നിനക്ക് നിന്റെ ഭാര്യയോട് പറയാവുന്നേ ഉള്ളൂ. ഇതൊരു മുഖവര മാത്രമാണ് പുരുഷു. ഇക്കാര്യത്തിൽ അവൾക്കെന്നോട് പകയുണ്ടാവും എന്ന് വ്യക്തമായില്ലേ? അക്കാലത്തിന്റെ ജാടയും അഹങ്കാരവും അതും മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കോളേജിലെ രാജാവായി വിലസുന്ന കാലം ഒരു ദിവസം ഞാൻ കുടിച്ച് പൂക്കുറ്റിയായി ഹോസ്റ്റൽ മുറിയിലേക്ക് വന്നു.
എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണേ. പ്ലീസ് സാർ, എന്നെ ഇവിടെ ഇറക്കി വിടരുത്. ഞാനൊരു സെയിൽസ് ഗേളാ. ജോലി കഴിഞ്ഞപ്പോ ഇന്ന് ഇത്തിരി വൈകി. ചേറ്റൂർ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോ 4-5 തെമ്മാടികൾ എന്റെ പുറകെ കൂടി. ഞാൻ ഓടി, അവരും ഓടി. ഈ ഹോസ്റ്റലിന്റെ ഗേറ്റ് തുറന്നു നടക്കുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി കയറിയതാ. നീ പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇത് ലോക്കലായ ഹോസ്റ്റലാവുന്ന ബ്രോദർ ഹൗസ്. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ പിടിച്ച് ഉടക്കേറ്റത്? ഒന്നും പറയണ്ട, നിന്റെയൊക്കെ തോന്നിയാത്ത ഞാൻ അവസാനിപ്പിക്കും. സർ പ്ലീസ്, അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാണ് സർ. എന്റെ ജീവിതം തുലക്കരുത്. നീയൊക്കെ തുലയുന്നതാ നല്ലത്. ഞാൻ ഇവിടുത്തെ വാർഡനാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. സർ പ്ലീസ്, പ്ലീസ് സർ പ്ലീസ്. ഹരി, ഇവിടെ എന്തൊക്കെയാ കേൾക്കുന്നത്? എന്ത്? ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ എന്താ സംഭവം നടന്നത്? കോളേജ് മുഴുവൻ പാട്ടായി. നീ എന്നുപോലെ ഇങ്ങനെ തറയായി പോയത്? ഇതെങ്ങനെ എല്ലാവരും അറിഞ്ഞു? ഞാനിനി എങ്ങനെ സാറന്മാരുടെ മുഖത്ത് നോക്കും? അത് തെണ്ടിത്തരം കാണിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ചേട്ടന്മാരെ, ക്യാൻറ്റീനിലും മെയിൻ ഗേറ്റിലും ഒക്കെ ചേട്ടനെ കുറിച്ചുള്ള 4 കഥ ഡിസ്കസ് ചെയ്യുന്നു. നേരാണ്? അർദ്ധരാത്രി മെൻസ് ഹോസ്റ്റലിന് മുകളിൽ സൂര്യൻ ഉദിച്ചാൽ പല പകൽമാന്യന്മാരുടെയും തനിനിറം വെളിയിൽ വരും. കൺഗ്രാറ്റുലേഷൻ. സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി അവളെ വശീകരിച്ച് വശത്താക്കാൻ ധാരാളം സമയം വേണം. നീ ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു. ഇത്രയും മിടുക്കനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ യഥാർത്ഥത്തിൽ നിന്റെ ഭാര്യ അഭിമാനിക്കാണ് വേണ്ടത്. ഇട ആണുങ്ങൾ ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുവും. അതെല്ലാ സ്ത്രീകൾക്കും അറിയാം. ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ചെറിയ ചെറിയ പക്ഷികളെ പോലെയാണ് സ്ത്രീകൾ എന്ന് SI രാമേന്ദ്രൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞെന്ന് കരുതി നീ ഒരു സ്ത്രീലമ്പടനാണെന്ന് നിന്റെ ഭാര്യ ധരിക്കാനൊന്നും പോകുന്നില്ല. അത് പോട്ടെ, വിവാഹത്തിന് ശേഷം ഇപ്പോഴും പരസ്ത്രീകളുമായിട്ട് നീ ബന്ധപ്പെടാറുണ്ടോ? ഇല്ല. അയ്യേ, എടാ, വിവാഹത്തിന് മുമ്പുള്ളതെല്ലാം സ്ത്രീകൾ ഈസി ആയിട്ട് മറക്കും. നീ ധൈര്യമായിരിക്കും ഹരി. പുരുഷ പ്രശ്നം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് മുഖവരെയാണോ? അല്ല, യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്തിയ സാഹചര്യം മാത്രം. പാവം പെൺകുട്ടി, കളർവാദം പിടിച്ച അച്ഛൻ, പറക്കമുറ്റാത്ത സഹോദരങ്ങൾ. ഞാൻ ചെയ്തത് ചതിയായിപ്പോയി, ഭയങ്കര ചതിയായിപ്പോയി. അവൾ ഗർഭിണിയായി. അന്നത്തെ എന്റെ ചുറ്റുപാടിൽ ഞാൻ എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യാൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിച്ചില്ല. ഒന്നു മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമ്പോഴല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ഞാൻ ചത്തുപോകും. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. നീ ഇങ്ങനെ എന്നെ അന്വേഷിച്ച് കോളേജിലും ഹോസ്റ്റലിലും വരാൻ തുടങ്ങിയാൽ എന്റെ സ്ഥിതി എന്താവും? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ആലോചിക്കുന്നു. അങ്ങനല്ല തങ്കമണി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. തൽക്കാലം ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കണം. പിന്നെ നിനക്കൊരു ഉറപ്പിന് വേണ്ടി ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം. നാളെ കാലത്ത് 10 മണിക്ക് നീ തെങ്ങണ രജിസ്റ്റർ ഓഫീസിൽ വാ. ബാക്കി നാളെ പറയാം. നീ ചെല്ല്. ദ്രോഹി, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഫ്യൂസായ ബൾബ് പോലെ വലിച്ചെറിഞ്ഞിട്ട് നാട് വിട്ട നീ മനുഷ്യനാണോടാ? അളിഞ്ഞു നാറിയ പൂർവ്വകഥകളെല്ലാം മറച്ചു വെച്ച് സുന്ദരിയായ മറ്റൊരു പെണ്ണിന്റെ മുന്നിൽ മാന്യനായി നീ അഭിനയിക്കണം അല്ലേ? പുരുഷു, ഞാൻ നേരത്തെ ദുർബലനാ. എന്റെ മുറിവിൽ നീ മുളക് പുരട്ടരുത്. വെറുതെ അല്ലടാ നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നീ ഇപ്പോഴത്തെ നിന്റെ ഭാര്യ ഉപേക്ഷിക്കുക, മറ്റവളെ സ്വീകരിക്കുക. അവളിൽ ഒരു കുട്ടിയുണ്ടല്ലോ. പുരുഷു, എന്റെ 2ാം കല്യാണത്തിന് അച്ചാർ വിളമ്പാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. എന്നെ രക്ഷിക്കാൻ, എന്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം പറഞ്ഞു തരാനുള്ളതിന്. സോറി, അല്പനേരത്തേക്ക് ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ചു പോയി. വിഷമിക്കാതെ, പരിഹരിക്കാം. വഴികൾ പലതും തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നുകിൽ ഇതോടെ നിന്റെ ദാമ്പത്യം പൂർവാധികം ശക്തിയോടെ പുഷ്പിക്കും, അല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. ഏതായാലും ഈ നിമിഷം മുതൽ നമുക്കെന്തും നേരിടാൻ തയ്യാറായിരിക്കാം.
ഇന്ന് കോടതിയിൽ ഒരു തമാശ ഉണ്ടായി. എനിക്ക് കേൾക്കണ്ട. ഞാനിതാ ഒരു തമാശ പറയാൻ പോകുന്ന മുഖവര് പറയുന്നവർ ഇന്നേ വരെ ഒരു തമാശയും പറഞ്ഞിട്ടില്ല. ചുമ്മാ ചിരിച്ചു തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. വേണ്ട, പറയാൻ എനിക്ക് മനസ്സില്ല. താങ്ക് യു വെരി മച്ച്. ഇതേവരെ എത്തിയിട്ടില്ല. ഈ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വട്ടനത് എവിടെ പോയി കിടക്കുന്നാവോ? ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഒരു റൂമിന്റെ കാര്യം. ആരുടെ പേരില റൂം? ഇയാളുടെ പേരില്ല, പുരുഷോത്തമൻ. അല്ലല്ല, എന്റെ പേര് കുമാർ എന്നാ, പ്രേംകുമാർ. പ്രേംകുമാർ? നീ എന്താ പേര് മാറ്റിയോ? മാറ്റാനോ? ജനിച്ച അന്ന് മുതൽ എന്റെ പേര് പ്രേംകുമാർ എന്നാ. നീ എന്താ പുരുഷു ഈ പറയുന്നത്? നീ ഇനി ഒന്നും മിണ്ടണ്ട. നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പ്രേംകുമാറാ പ്രേംകുമാർ. ആ താക്കോലിങ്ങടുത്ത്, അതൊക്കെ പിന്നെ എഴുതാം. 102. സന്ദർഭത്തിന് തുര നീ ഇതുവരെ പഠിച്ചിട്ടില്ല. എന്റെ പേര് പുരുഷമാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണോ? പോലീസുകാർ നിന്നെ പോലെ മൂളയില്ലാത്തവരല്ല. എടാ, ഒരു രഹസ്യ ദൗത്യത്തിനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം രഹസ്യമായിരിക്കണ്ടേ? പുരുഷമാണത്രേ, പുരുഷു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കൂടി പറഞ്ഞു കൊടുക്കാത്തത്. നീ കണ്ടുവച്ച പരിപാടി എന്താ? അത് നിന്നോടെന്തിനു പറയണം? പത്രത്തിൽ പരസ്യം ചെയ്തിട്ടാണോ കുറ്റവാളികളെ പഠിക്കാൻ പോണത്? അല്ല, ഇത് എന്റെ കാര്യമാണല്ലോ. നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി. അവളെ, ആ ഇന്ദു എന്ന 1-ാം പ്രതിയെ ദൂരെ എന്നൊന്ന് കാണിച്ചു തരിക. അതോടെ നിന്റെ ജോലി തീർന്നു. അവളെ കണ്ടിട്ട് ഞാൻ അവളെ പുഴുങ്ങി തിന്നാൻ പോകുന്നു. എന്താ? നീ എന്തിനാ പുരുഷ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ ഒറിജിനൽ പേര് ഞാൻ കൗണ്ടറിൽ പറഞ്ഞു പോയതുകൊണ്ടാണോ? കൗണ്ടറിൽ മാത്രമല്ലല്ലോ, ഇപ്പോഴും നീ എന്നെ പുരുഷു പുരുഷു എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ മുഖത്ത് നോക്കി പ്രേംകുമാർ എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. തീരെ മാച്ച് ചെയ്യാത്ത പേര്. നീ ഒന്ന് പോയേ. നീ നിന്റെ പ്ലാൻ ഒന്ന് പറ. എടാ, ഇത് വലിയ ശല്യമായല്ലോ. സംഗതി ഞാൻ ചുരുക്കി പറയാം. അതായത്, ഈ വിഷവൈദ്യന്മാര് ഉഗ്ര വിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അതിന് ഇവിടെ ആരെയും പാമ്പ് കടിച്ചിട്ടില്ലല്ലോ. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. പോട്ടെ, മണ്ടന്മാർ കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത്, ഞാൻ ഇന്ദുവിനെ നേരിട്ട് കാണാൻ പോവുകയാണ്. യഥാർത്ഥ ഞാനായിട്ടല്ല, നിന്റെ പഴയ കഥയിലെ തങ്കമണിയുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ട്. ഞാൻ അവളോട് പറയും, കുട്ടി, മറ്റേതോ തെണ്ടിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയുടെ ഹതഭാഗ്യനായ ഭർത്താവാണ് ഞാൻ. ആ കുഞ്ഞ് കൊച്ചുനാൾ മുതൽ എന്നെയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുന്നിലും ഞാനാണ് അതിന്റെ അച്ഛൻ. ഇന്ദു വക്കീലേ, ഇത് 3 ആത്മാക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെയും തങ്കമണിയുടെയും കുഞ്ഞിന്റെയും. ആ പഴയ രഹസ്യം പുറത്തുവിട്ടാൽ അത് തകരും. എന്റെ മകൻ പുതിയൊരു കഴുതയെ അച്ഛ എന്ന് വിളിക്കാൻ ഇടവരുത്തരുത്, പ്ലീസ്. എങ്ങനെയുണ്ടായി? നീ ഇത് പറയുന്നതിനിടയിൽ തെണ്ടി കഴുത എന്നൊക്കെ ഉപയോഗിച്ചത് എന്നെ ഉദ്ദേശിച്ചാണോ? ഐഡിയ എങ്ങനെയുണ്ടെന്ന് പറ. അത് നീ അഭിനയിച്ച് വലിപ്പിക്കും പോലെ ഇരിക്കും. അഭിനയം? എടാ, പോലീസ് മേളയുടെ അന്ന് കുഷ്ഠരോഗിയായിട്ട് അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചിട്ടുള്ളവനാ ഞാൻ. SI രാമേന്ദ്രൻ പോലും എന്റെ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, ഞാൻ കലക്കും. ഹരിയേട്ടാ, നീ എപ്പോ വന്നു? ഇങ്ങനെയൊന്നും ചെയ്യരുത് ഹരിയേട്ടാ. തീ തിന്നതിന് കണക്കില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും ഇണ്ടാതെ ഹരിയേട്ടൻ എവിടെ പോയിരുന്നു? അത് ചില കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ ആരോടും പറയാതെ വേണം പോകാൻ. എന്ത് കാര്യം? രവി എന്തു അവിടെ രാത്രി വരെ ഹരിയേട്ടനെ കാത്തു നിന്നു. ഞാൻ കൊല്ലനെ കൊണ്ടുവന്ന് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയത്. പൂട്ട് വിളിച്ചോ? നന്നാക്കും ചെയ്തു. എന്നാലും പൂട്ട് വിളിക്കുന്നതൊക്കെ നിയമവിരുദ്ധല്ലേ? അത് പോട്ടെ, അവിടെ വെച്ച് ഇന്ദു നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾ ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ടാ? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ? അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജയ്. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്. മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജയ്. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ